ഇനി ചരിത്ര കൃതികളിലൂടെ. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതി കൂടിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബി ഭാഷയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16ാം നൂറ്റാണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെപ്പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളാണ് ഫത്ഹുൽ മുബീൻ ഹാസി മുഹമ്മദിൻ്റെ, ഫാദുൽ മുജാഹിദീൻ ഫാദുൽ മുജാഹിദീൻ എഴുതിയത് സൈനുൽ ആബ്ദിനാണ്. ചാലിയം വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ, അഥവാ വ്യക്തമായ വിജയം എന്നാണ് അതിനർത്ഥം. ഇനി അടുത്ത് കുഞ്ഞാലി മരക്കാർ. സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരയ്ക്കന്മാർ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി. കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് പുതുപ്പണം കോട്ട അഥവാ കോട്ടയ്ക്കൽ. 1524 കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി. കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെട്ടിരുന്നത് അടിച്ചിട്ട് കടന്നുകളയുക. 1528 പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർകൂറിനടുത്ത് വെച്ച് കുട്ടി അലിയെ തടവിലാക്കുകയും ചെയ്തു. സാമൂതിരി കുട്ടി അലിയുടെ ബന്ധുവായ പച്ചാച്ചി മരക്കാരുടെയും കെയ്റോവിലെ ഒരു വ്യാപാരിയായ അലി അബ്രാഹാമിൻ്റെയും കുട്ടി അലിയുടെ മകനായ കുഞ്ഞാലി രണ്ടാമൻ്റെ നേതൃത്വത്തിൽ നാവിക സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. മരക്കാർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം നിശ്ചലമായി. ഇതേ തുടർന്ന് പോർച്ചുഗീസ് ഗവൺമെൻറ് 1529 ഒക്ടോബറിൽ നിയമിച്ച ഗവർണറാണ് ന്യൂനോ ഡാ കുൻഹ. ഇനി ഇവിടെ ഒരു ബോക്സിൽ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി, കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി, കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ യഥാർത്ഥ നാമം പട്ടുമരക്കാർ, കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ യഥാർത്ഥ നാമം മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി മരയ്ക്കന്മാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കോഴിക്കോട് നിർമ്മിച്ച ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനോ ഡാ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരക്കാരാണ്. മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഇതിലൂടെ സാമൂതിരിയും മരക്കാർ കുടുംബവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും കുഞ്ഞാലി മൂന്നാമൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തു. AD 1571 ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. എന്നാൽ കുഞ്ഞാലി നാലാമൻ്റെ കാലഘട്ടത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു. ഇത് സാമൂതിരിയും കുഞ്ഞാലി നാലാമനും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലാക്കുകയും കുഞ്ഞാലി നാലാമൻ്റെ നാവികപ്പടയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു. അവസാനം കുഞ്ഞാലി നാലാമൻ സാമൂതിരിക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങുകയും സാമൂതിരി തന്ത്രപൂർവ്വം കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600-ലാണ്. കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈയിലാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000-ലാണ്. ഇനി കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ, വടകരയിലെ ഇരിങ്ങലിലാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.